പ്രോ റെസ്ലിംഗ് ലീഗ് പ്രഖ്യാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് പങ്കെടുത്തു എന്നതാണ്. ലൈംഗിക പീഡന കേസിൽ വിചാരണ നേരിടുന്നതിനിടെയാണ് WFIയുടെ ചടങ്ങിൽ പങ്കെടുത്തത്. സംഘാടകർ ക്ഷണിച്ചതുകൊണ്ടാണ് ചടങ്ങിനെത്തിയത് എന്നാണ് ബ്രിജ്ഭൂഷന്റെ വിശദീകരണം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇത് വിചാരണ നേരിടുന്നതിനിടെയാണ് ഇത്തരത്തിൽ കുറ്റാരോപിതനായ ഒരു വ്യക്തി ചടങ്ങിൽ പങ്കെടുത്തത് എന്നുള്ളതാണ്. WFIയുടെ വിശദീകരണം എന്തെങ്കിലും ഉണ്ടോ? അനുജ, ഇക്കാര്യത്തിൽ ഈ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നൽകുന്ന വിശദീകരണം എന്നുള്ളത് ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് അധ്യക്ഷനായിരുന്ന ഘട്ടത്തിലാണ് പ്രോ റെസ്ലിംഗ് ലീഗ് മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചത് 2015-ൽ. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് എന്നുള്ളതാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകനും നിലവിലെ സിറ്റിംഗ് MP-യും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു മുഖ്യാതിഥിയായി എന്നുള്ളതും ശ്രദ്ധേയമാണ്. 6 ഗുസ്തി താരങ്ങൾ, വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ വിചാരണ നേരിടുകയാണ് മുൻ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അധ്യക്ഷനും MP-യുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഇത്തരത്തിൽ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ചടങ്ങിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരം. അതിന് ബ്രിജ്ഭൂഷൺ നൽകുന്ന വിശദീകരണം എന്നുള്ളത് താൻ ഒരു കായിക പ്രേമിയാണ്, റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തന്നെ ക്ഷണിച്ചതുകൊണ്ടാണ് താൻ ഈ ചടങ്ങിന് പങ്കെടുക്കുന്നത് എന്നാണ്. ഒപ്പം തന്നെ കർട്ടന് പിന്നിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് കർട്ടന് പിന്നിലും പല കാര്യങ്ങളും നടക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. 2023-ലാണ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ഈ ലൈംഗിക പീഡന കേസുകൾ നേരിട്ട പശ്ചാത്തലത്തിൽ തുടർന്ന് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാതിരിക്കുകയും പകരം തൊട്ടടുത്ത അനുയായിയായ സഞ്ജയ് സിംഗിനെ മത്സരിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ ഈ കേസിൽ ലൈംഗിക പീഡനം പരാതി നൽകിയ താരങ്ങൾ അടക്കമുള്ള കായിക താരങ്ങൾ ഇത് കേന്ദ്ര കായിക മന്ത്രാലയത്തിന് മേൽ ഉന്നയിക്കുകയും ജന്തർ മന്ദറിൽ വലിയ പ്രതിഷേധം നടക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആ ഒരു കമ്മിറ്റിയെ കേന്ദ്ര കായിക മന്ത്രാലയം മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ എന്നാൽ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് പ്രഖ്യാപിച്ചത് താൻ ഗുസ്തിയിൽ നിന്നും താൻ സന്യാസം സ്വീകരിക്കുന്നു എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോഴും അദ്ദേഹത്തിന് തിരിച്ചുവരവിന് വഴിയൊരുക്കിയിരിക്കുകയാണ് പ്രോ റെസ്ലിംഗ് ലീഗിന്റെ പുനരാരംഭിക്കൽ പ്രഖ്യാപന ചടങ്ങിലൂടെ. അനുജ, അതാണ് ഇപ്പോഴും ഈ നിയന്ത്രണമൊക്കെ അദ്ദേഹത്തിന് തന്നെയാണോ എന്നതിന്റെ സംശയം വർദ്ധിപ്പിക്കുന്നതാണ് ഈ നടപടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.